ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എനിക്കാണെങ്കിൽ ജീവിതത്തിൽ പെണ്ണം കിട്ടുന്നുള്ള നമുക്ക് യൂട്യൂബ് തുടങ്ങണം. നമ്മള് ചിലപ്പോ ഇതിലായിരുന്നെങ്കിലോ രക്ഷപ്പെടാൻ പോവാ. സെലിബ്രിറ്റി ആവുക. சார் நீங்க மைண்ட் வாய்ஸ் நினைச்சு சத்தமா பேசிட்டு இருக்கீங்க. അല്ല നമ്മള് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പോ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഉഷാറാക്കാം. പക്ഷെ അങ്ങനെ ആണെങ്കിലും ഇപ്പൊ ഇനിയിപ്പോ 15-ാം തീയതി തൊട്ട് എന്തൊക്കെയോ പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട് യൂട്യൂബിന്റെ. റൂൾസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെ യൂട്യൂബിന്റെ റൂൾസ് ഒക്കെ എല്ലാം മാറാൻ പോവാണ്. അപ്പൊ നിലവിലുള്ള എല്ലാവർക്കും പണി കിട്ടും. അങ്ങനെ ഒരു സമയത്ത് നമ്മള് യൂട്യൂബിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കളിയല്ല, റിസ്ക് അല്ല നമ്മൾ എടുക്കാൻ പോകുന്നത്. നോക്കാം. നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് ഒരു സഹായകരമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനത്തിന് അതിന് നമ്മളുടെ യൂട്യൂബ് ചാനലിലൂടെ ജനത്തിനൊരു നമുക്ക് അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്താ പറയുക, നമുക്കിപ്പോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കണമെന്ന് ഭയങ്കര തോന്നും. പക്ഷെ നമുക്കത് ചെയ്ത് അവരെന്തെങ്കിലും വിചാരിച്ചാൽ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മള് പുതിയ സിനിമ പ്രിൻസ് പടം കണ്ടിട്ടുണ്ടാവും. അതില് അവസാനത്ത് ഊർവശി ഒരു പറയുന്ന ഡയലോഗ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരാള് പെടുന്നുണ്ട്. അയാളുടെ ദുഃഖമോ കാര്യങ്ങളോ ആരും അറിയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തു പറഞ്ഞാലും അത് ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ബാധിക്കും. നമ്മൾ അങ്ങനെ വേണ്ട. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു ആശയം വെച്ച് നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിലേക്ക് നമുക്കൊരു യൂട്യൂബ് ചാനൽ ചെയ്യാം. അല്ല യൂട്യൂബ് നമ്മുടെ ആശയം വരാനുള്ള കാരണം എന്താ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ യൂട്യൂബ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇത് വന്നത് നമ്മള് മറ്റേ VIP പടത്തില് ഞാനെന്താ പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടാണ് എല്ലാ ഉദാഹരണത്തിലും സിനിമ കയറി വരുന്നത്. നമ്മുടെ VIP പടത്തില് വിവേകിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഇവനൊക്കെ മുഖറക്കട്ടയെല്ലാം പാത്താക്ക അവളോ നല്ലവന്മാർക്ക് തെരിയലേ പറയുമ്പോ മറ്റേ ധനുഷ് പറയും, സാർ നീങ്ക മൈൻഡ് വോയിസ് അനുസരിച്ച് സത്യമാ പേസിട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ അത് പറയുന്നുണ്ടാവും, പക്ഷെ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ആ ഒരു തോട്ടാണ് ജനങ്ങളുടെ മൊത്തം പ്രശ്നങ്ങൾക്ക് കാരണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമ്മളത് മാറ്റണം. അപ്പൊ നമുക്കത് ഓപ്പണായി പറയാനുള്ള ഒരു സ്പേസ് വേണമെന്നുള്ള ബേസിലാണ് ഒരു യൂട്യൂബ് ചാനൽ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ളത് വന്നത്. നമുക്ക് പരമാവധി നോക്കാം. നമുക്ക് പിന്നെ പുതിയതായിട്ട് നമ്മളായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമുക്കത് കമന്റ് നമ്മൾ ഫുള്ളായി ഓപ്പൺ ആക്കിയിട്ടിട്ട് ജനങ്ങൾ പറയുന്നത് അവർക്ക് എന്താണ് വേണ്ടത് ആ ഒരു രീതിക്ക് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലില് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ജനത്തിന് അവർക്ക് എന്താണ് ആവശ്യങ്ങൾ, അതായത് നമ്മളിലൂടെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂസ് അല്ലാതെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ജനത്തിൽ അത് നമ്മളുടെ അധികാരികൾക്ക് എത്തിക്കാനും നമ്മളിപ്പോ ഇതേപോലെ നിങ്ങൾ പറഞ്ഞൊക്കെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വാക്ക് കൊടുക്കുന്ന പോലെ പ്രോംപ്റ്റ് അത് ശരിയല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടണം. അപ്പൊ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ജില്ല നമ്മുടെ സംസ്ഥാനമല്ല, ആഗോളതലത്തില് മറ്റേ ശ്രീനിവാസനും ജയറാമും പറഞ്ഞ പോലെ നേപ്പാളിൽ എന്ത് സംഭവിച്ചു, ഭൂട്ടാനിൽ എന്ത് സംഭവിച്ചു, നമ്മളെല്ലാം ചർച്ച ചെയ്യണം. പക്ഷെ അത് മാത്രം ഈ ഒരു ചർച്ച വാർത്ത അങ്ങനത്തെ കണ്ടിരിക്കണം. നമ്മൾ അതിലൊരു കുറച്ച് എന്റർടൈൻമെന്റും കൂടി കാണുന്നവർക്ക് വെറുപ്പിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ചെയ്യാം. ഇടയ്ക്ക് വല്ല ട്രാവല് പോവുക. നമ്മൾ എന്തായാലും ഞായറാഴ്ച ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടാളും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ജനത്തിനൊരു സർവീസും ബാക്കി അവർക്കൊരു എന്റർടൈൻമെന്റും അതുമായിട്ട് അങ്ങനെ പോകും. ഒരുപാട് വിധത്തിൽ വെറുപ്പിക്കാത്ത രീതിയിൽ അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കാം.